ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP ജയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടായിരുന്ന ബഫർ സോൺ ഇഷ്യൂ ആണ്. അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സാറിന് അറിയാം. അതായത് 2006 സർക്കുലർ എന്തായിരുന്നു, ഇവിടുത്തെ റിപ്പോർട്ട് 2017 കൊടുക്കണമെന്നായിരുന്നു. കെ രാജു ലാസ്റ്റ് മൊമെന്റിൽ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തു? ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു. അതായത് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, യു ക്യാൻ ഗോ ഹെഡ് വിത്ത് വാട്ട് എവർ ദ സർക്കുലർ എന്നായിരുന്നു കെ രാജു എഴുതിയത്. അതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോഴാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ നാടകം തുടങ്ങിയത്. സത്യാവസ്ഥ വി മുരളീധരൻ തിരക്കിയപ്പോൾ എൻവറോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ തെറ്റായ റിപ്പോർട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. അപ്പൊ ബഫർ സോൺ വിഷയത്തിൽ അത് ലഘൂകരിക്കാൻ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മലയോര കർഷകർ വോട്ട് ചെയ്യും. എന്താ സാധ്യത? ആര് വരും? BJP. എന്തുകൊണ്ട് BJP? ഇവിടെ ഭരണം BJP വരണമല്ലോ, മാറി വരണം. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? അതോ പിണറായി സർക്കാരിന്റെ രാഹുലിന്റെ വാറണ്ടിയിലാണോ വിശ്വാസം? മോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം. ആണ്. മോദി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നു എന്ന് UDF പറയുന്നത് ശരിയാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ സുരക്ഷയായിരിക്കും. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേർതിരിച്ച് കാണുന്നത് കോൺഗ്രസ് അല്ലേ? ഇപ്പൊ രാജീവ് ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയില്ല? അതാണ് ചോദ്യം. അത് പറയേണ്ടത് രാജേഷ് എന്താ സാധ്യത? ആറ്റിങ്ങല് മതേതരത്വ പാർട്ടിയായിട്ടുള്ള UDFന്റെ അടൂർ പ്രകാശ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂട്ടും. എന്താ സാധ്യത? ഇവിടെ അഡ്വക്കേറ്റ് വി ജോയ് തന്നെയാണ് ജയിക്കാൻ. എന്തുകൊണ്ട്? വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ട് വി ജോയ്? കഴിഞ്ഞ 2019 അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ചു പോയതിനു ശേഷം വാഴ നടുന്നത് പോലെ 2-3 ലൈറ്റ് ഇടാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. വികസനം എന്തെന്ന് ഈ നാട് അറിഞ്ഞിട്ടില്ല. ഈ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. ആണോ? അടൂർ പ്രകാശ് തോക്കുവോ? ശരിയാണ്. അടൂർ പ്രകാശ് പൂർണ്ണമായി തോൽക്കുകയും ചെയ്യും. ജോയെ ജയിക്കും. ഭൂരിപക്ഷത്തിൽ ജോയ്ഫുൾ ആവും. ആണോ? എന്താ മണ്ഡലത്തിലെ സാധ്യത സാർ? 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോയി ജയിക്കും. എന്തുകൊണ്ട്? ഒരു സംശയം വേണ്ട. എന്തുകൊണ്ട്? 5 വർഷം ഇവിടെ MP ഇല്ലാത്ത ഒരു തീരാ ദുഃഖം ഈ നാട് അനുഭവിക്കുകയാണ്. ഒരു യൂറിൻ ഷെഡ് പോലും ഈ MP യെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പ്രിയ സുഹൃത്തെ, ഒരു പഞ്ചായത്ത് മെമ്പർ മതി, അതിനൊരു MP-യുടെ ആവശ്യമില്ല. 356 ചർച്ചയിൽ പങ്കെടുത്തു 5 വർഷം കൊണ്ട് സമ്പത്ത്. ഇവിടെ 30 ചർച്ചയിൽ പ്രകാശ് പങ്കെടുത്തു എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ പ്രളയം വന്നില്ലേ? അടൂർ പ്രകാശ് ഉണ്ടായിരുന്നോ? തീരാ മാരി വന്നില്ലേ? പ്രകാശ് ഉണ്ടായിരുന്നോ? ഇവിടെ കോവിഡ് വന്നപ്പോൾ ആരുണ്ടായിരുന്നു? ജീവിതത്തെ പ്രകാശം പ്രകാശമല്ല, ഇരുട്ടായിരുന്നു 5 വർഷം. അടൂർ പ്രകാശ് ഇരുട്ടായിരുന്നു. നോക്കൂ, അപ്പൊ മണ്ഡലത്തിൽ എന്താ സാധ്യത? പറഞ്ഞോളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഈ നമ്മളെ റോഡ്, പഞ്ചായത്ത് റോഡ്, ഒരു ഗർഭിണിയെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആശുപത്രി റോഡ് 2 സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ 6 മാസം പ്രസവിക്കും. അതാണ് റോഡ്. ഇവര് ഭരിച്ചു ഇത്ര ആക്കി. LDF UDF ഭരിച്ചു ഇത്ര ആക്കി. പകരം ഇനി ആര് വേണം? BJP വരണം. BJP വന്നാൽ റോഡ് നന്നാവും. ഈ റോഡിൽ കൂടെ പോവാൻ പെട്രോൾ അടിക്കണ്ടേ? ആര് പൈസ കൊടുക്കും? പെട്രോൾ പൈസ കൊടുക്കാൻ പറഞ്ഞോ. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ഡീസൽ അടിച്ചല്ലേ ഓടുന്നത്. ഹൃദയം വെന്തോല്ലേ പറയുന്നത്? ഡീസൽ എത്ര രൂപ? 96 രൂപ. 2014 എത്രയായിരുന്നു? അല്ലല്ല, ഓടുന്ന അന്ന് പോലും ഇന്ന് പോലും 2014 ഡീസൽ എത്രയായിരുന്നു? 34 കൊല്ലം കൊണ്ട് ഞാൻ വണ്ടി ഓടുന്ന ഇവിടെ. അപ്പൊ 2014 55 രൂപ താഴെ ആയിരുന്നില്ലേ? വേറെ നോക്കണ്ട, ആശുപത്രി റോഡ് മാത്രം നോക്കുക. ഈ ഇടതും വലതും ഭരിച്ച് ഇത്രയാക്കി. അത് മാത്രം. റോഡ് നന്നാവും എന്നതാണ് സാധ്യത. എന്താ? വി മുരളീധരനാണോ സാധ്യത, അതോ അടൂർ പ്രകാശോ? പറഞ്ഞോട്ടെ, എന്താ സാധ്യത? പറഞ്ഞോ. ഇവിടെ വി ജോയ് ജയിക്കും. എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞിട്ട് വികസന പത്രിക, ഈ വികസന പത്രികയിൽ മൊത്തം അച്ചടിച്ച് വെച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികളാണ്. 3/4 പങ്കും കേരള സർക്കാരിന്റെ പദ്ധതികളാണ്. പിന്നെ ഇവിടെ വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരിടത്തും വെയിറ്റ് ഷെഡ് ഇല്ല. ഇത് ഞങ്ങൾ നേരിട്ട് പോയി അറിഞ്ഞ കാര്യമാണ്. ഇത് സമ്പത്തുണ്ടായിരുന്നപ്പോ ഇവിടെ പല സ്ഥലങ്ങളിലും വെയിറ്റ് ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇങ്ങനെ കൊണ്ട് പ്രകാശനെ കൊണ്ട് ഈ മണ്ഡലത്തിലെ വികസനം നോക്കിയാൽ അടൂർ പ്രകാശിന് സാധ്യതയില്ല. എന്താ മലയോര കാർഷിക മേഖല കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന മലയോര റെയിൽവേ, ഈ 2 മുന്നണികളുടെയും MP-മാർ ഈ മണ്ഡലം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇവർ അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അതൊന്ന് മാത്രമല്ല, നമ്മളെ കുട്ടികൾക്ക് കായികമായി പരിശീലനം നേടുന്ന സ്റ്റേഡിയം വളരെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ്. ഈ നാട്ടിന് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇവർ നടത്തിയിട്ടില്ല. നല്ല ഫണ്ട് കൊണ്ടുവന്ന്
നാട്ടിൽ വികസനം വരണമെങ്കിൽ നരേന്ദ്രമോദി ഏതായാലും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു വി മുരളീധരൻ ജയിച്ചാൽ മാത്രമേ ഈ മണ്ഡലത്തിന് ഫണ്ടെത്തി വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ വി മുരളീധരൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാവും, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി തന്നെയാവും. അദ്ദേഹം എം പി മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി ആയിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുത്ത നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി. മോദിയുടെ ഗ്യാരണ്ടിയിലൊക്കെ വിശ്വാസമുണ്ട്? തീർച്ചയായും വിശ്വാസമാണ്. ആയിരക്കണക്കിന് പദ്ധതികളിലൂടെ പാവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിജി.